Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചതാണ് റിവാലുവേഷൻ ഡേറ്റ് എന്നാണ്. ദെൻ റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടാനുള്ള സാധ്യതയുണ്ടോ? ബിക്കോസ് റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾക്ക് പ്രോബ്ലം പേപ്പേഴ്സിൽ, ചില കുട്ടികൾക്ക് തിയറി പേപ്പേഴ്സിലൊക്കെ, എസ്പെഷ്യലി എൻവയോൺമെൻറ്റ്, ദെൻ പ്രോബ്ലത്തിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് അക്കൗണ്ടിങ് പേപ്പറിലൊക്കെ വിചാരിക്കാത്ത മാർക്കാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെക്ട് ചെയ്ത അത്രയ്ക്കും വന്നില്ല, ചിലർ ഫെയിലിയർ ആയിട്ടുണ്ട്. സോ റിവാലുവേഷന് കൊടുത്താൽ വല്ല ഗുണമുണ്ടോ? അതുമാത്രമല്ല, റിവാലുവേഷൻ്റെ കൂടെ തന്നെ സപ്ലിയുടെ ഡേറ്റ് വരുമ്പോൾ അതിനെ കൂടി അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിവാലുവേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ആ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ്: ദോസ് ഹൂ വിഷ് ടു അപ്ലൈ ഫോർ റിവാലുവേഷൻ സ്ക്രൂട്ടിനി photocopy of answer script should submit online application on or before 20/4/2024 remitting the prescribed fee. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണ്. 20/4/2024 ലാസ്റ്റ് ഡേറ്റ്. ഡിഫക്റ്റീവ് ആപ്ലിക്കേഷൻ ഷാൽ സമ്മർലി ബി റിജക്റ്റഡ് വിത്തൗട്ട് ഫെർദർ ഇൻറ്റിമേഷൻ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഇനി റിവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ നിങ്ങളുടെ പറയാനുള്ളത്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും കൊടുത്തിരിക്കണം, നിങ്ങൾ മാർക്ക് കൂടും. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്ലിക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുമോ? റിവാലുവേഷൻ്റെ റിസൾട്ടിനേക്കാൾ മുമ്പാണ് സപ്ലിയുടെ ഡേറ്റ് വരുന്നതെങ്കിൽ അതിനും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഏത് പേപ്പറാണ് നിങ്ങൾക്ക് പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് പറയാനുള്ളത്, എസ്പെഷ്യലി പ്രോബ്ലം പേപ്പേഴ്സൊക്കെ ആണെങ്കിൽ. സോ ഇതൊക്കെയാണ് റിവാലുവേഷനെ പറ്റിയിട്ട് പറയാനുള്ള. റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്സ് കൂടാറൊക്കെ ഉണ്ട്. വെറുതെ മാർക്സ് കൂടില്ല, നിങ്ങൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ മാർക്ക് കൂടിയിരിക്കും. ദെൻ സപ്ലിയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് കൂടി അപ്ലൈ ചെയ്തിരിക്കണം. മേ ബി സപ്ലിയുടെ നോട്ടിഫിക്കേഷന് ശേഷമാകാം ചിലപ്പോൾ റിവാലുവേഷൻ റിസൾട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ റിസൾട്ട് വരും. അപ്പോൾ പിന്നെ അതനുസരിച്ച് നിങ്ങൾക്ക് സപ്ലിക്ക് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.